GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. റമദാൻ മാസത്തിൽ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് മക്ക ഹറമിലെ സുരക്ഷാ പദ്ധതികളുടെ ഒരുക്കം പൂർത്തിയായി. തീർത്ഥാടകർക്കും സന്ദർശകർക്കും ആശ്വാസത്തോടും സമാധാനത്തോടും അവരുടെ ആരാധനകൾ നിർവഹിക്കുന്നതിന് സൗകര്യവും സംരക്ഷണവും ഒരുക്കാൻ വിപുലമായ പദ്ധതികളാണ് വിവിധ സുരക്ഷാ വകുപ്പുകൾക്ക് കീഴിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. പൊതുസുരക്ഷ, ട്രാഫിക് വകുപ്പുകളുടെ സജ്ജീകരണങ്ങളെല്ലാം പൊതുസുരക്ഷാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമി പരിശോധിച്ചു. ഉംറ സുരക്ഷാ സേന കമാൻഡറുകളുടെയും ഫീൽഡ് കമാൻഡർമാരുടെയും സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച മോക്ക് ഡ്രിൽ തത്സമയ പ്രകടനങ്ങളും മേധാവി സസൂക്ഷ്മം വീക്ഷിച്ചു. റമദാൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി UAEയിലെ വിവിധ ജയിലുകളിലായുള്ള 1295 തടവുകാർക്ക് മോചനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് മോചനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശിക്ഷയുടെ ഭാഗമായി തടവുകാർക്ക് ലഭിക്കുന്ന പിഴയടക്കമുള്ള സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുമെന്നും ഉത്തരവിൽ പറഞ്ഞു. തടവുകാർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനും സമൂഹത്തിലും വീടുകളിലും സ്ഥിരത നിലനിർത്തുന്നതിനുമാണ് ഈ ഉത്തരവ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. എല്ലാ വർഷവും റമദാന് മുന്നോടിയായി നിരവധി തടവുകാരെ മോചിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 735 തടവുകാർക്കാണ് മോചനം ലഭിച്ചത്. ശിക്ഷാ കാലയളവിലെ സ്വഭാവം കണക്കിലെടുത്താണ് മോചനത്തിന് പരിഗണിക്കുക. ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050 444 2423. കോൺസുലർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം സർവീസസ് പോർട്ടലും ആപ്പും ആരംഭിച്ചു. നയതന്ത്ര കോൺസുലർ പ്രവർത്തനങ്ങളിൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവീസസ് പോർട്ടലും സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനും അവതരിപ്പിച്ചിട്ടുള്ളത്. മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നൂതന സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുക, ഡിജിറ്റൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുക, പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ കോൺസുലർ സേവനങ്ങളിലേക്കുള്ള ആക്സസ് മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് സർവീസസ് പോർട്ടലും ആപ്പും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒമാനി എംബസികളുമായും കോൺസുലർ സേവനങ്ങളിലേക്കും ഉപയോക്താക്കൾക്ക് ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവേദനാത്മക മാർഗം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതുവഴി എപ്പോൾ വേണമെങ്കിലും എവിടെയും കോൺസുലർ സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.